ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിലും നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം 2 ശമൂവേൽ 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാർ 17 അധ്യായം 1 വാക്യം. എഫ്രയീം മലനാട്ടിൽ മീഖാവ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് ഇസ്രായേലിൽ രാജാക്കന്മാർ ഇല്ലായിരുന്നു. അതിനാൽ ജനങ്ങൾ അവരവർക്ക് ബോധിച്ച ജീവിതം നയിച്ചു പോന്നു. അതിനാൽ ഇക്കാലത്ത് ജനം ആധ്യാത്മികമായും ധാർമ്മികമായും അധപ്പതിച്ച അവസ്ഥയിലായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത്. അക്കാലത്ത് യഹോവയുടെ സമാഗമന കൂടാരം ശീലോ എന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നാളുകളിൽ മോശയുടെ ന്യായപ്രമാണം പാലിക്കുന്നതിൽ ഒക്കെയും വലിയ വീഴ്ച ജനം വരുത്തിയിരുന്നു. ജനങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. ഇക്കൂട്ടത്തിൽ ചിലർക്ക് സ്വന്തമായി ഗൃഹബിംബങ്ങളും ഉണ്ടായിരുന്നതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും വായിക്കുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ സ്വന്തമായി വിഗ്രഹം നിർമ്മിച്ച് ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു മീഖാവ്. മീഖാവ് എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് അധാർമിക ജീവിതം നയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. മീഖാവ് എഫ്രയീം മലനാട്ടുകാരനായിരുന്നു. മീഖാവ് തൻ്റെ അമ്മയുടെ പക്കൽ നിന്നും 1100 വെള്ളിപ്പണം മോഷ്ടിച്ചെടുക്കുന്നു. തുടർന്ന് തൻ്റെ മാതാവ് ഒരു ശപഥം ചെയ്തതിനാൽ ആ വെള്ളിപ്പണം തിരികെ നൽകുന്നു. ഇവിടെ മോശയുടെ ന്യായപ്രമാണത്തിൽ, അതായത് 10 കൽപ്പനയിൽ പറയുന്ന മോഷ്ടിക്കരുത് എന്ന കൽപ്പന മീഖാവ് ലംഘിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല, മീഖാവ് ആ വെള്ളിപ്പണം ഒരു തട്ടാൻ്റെ കയ്യിൽ കൊടുത്ത് അതുപയോഗിച്ച് കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നു. ഇതിലൂടെ 10 കൽപ്പനയിലെ 1-ാമത്തെ കൽപ്പനയായ ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന കൽപ്പനയും മീഖാവ് ലംഘിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ലേവ്യ പുസ്തകം 19 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് തിരിയരുത്, ദേവന്മാരെ നിങ്ങൾ വാർത്തുണ്ടാക്കരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഏകസത്യ ദൈവമായ യഹോവയല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കുവാനായിട്ട് പാടില്ല എന്ന് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട്, പുരോഹിതനെ സ്വന്തമായി നിയമിക്കുന്നു. ശീലോവിലെ അഥവാ സമാഗമന കൂടാരത്തിലെ ആരാധനയുടെ പ്രാധാന്യം ജനങ്ങളിൽ കുറഞ്ഞു വരികയും ഓരോരുത്തർ ഭവനത്തിൽ വിഗ്രഹാരാധനയും നടത്തുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മീഖാവിന് തൻ്റെ ഭവനത്തിൽ ഒരു ദേവമന്ദിരമുണ്ടായിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാർ 17 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ ഒരു ഏഫോദും ഗൃഹബിംബവും ഉണ്ടാക്കിച്ച് തൻ്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ചു, അവൻ അവൻ്റെ പുരോഹിതൻ ആയിത്തീർന്നു എന്ന്. ആരാധന നടത്തുകയും പുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്യുന്നതെല്ലാം മീഖാവ് ഇവിടെ സ്വന്തമായിട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അക്കാലത്തെ ആരാധന എത്രമാത്രം അധപ്പതിച്ചു പോയിരുന്നു എന്ന് ഓർക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 17-18 അധ്യായങ്ങളിലാണ് മീഖാവിനെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ജനം പാപത്തിൻ്റെ അതിഭയാനകതയിലേക്ക് കൂപ്പുകുത്തുന്നതാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനാ ജീവിതം അലക്ഷ്യമായിട്ട് നമ്മൾ കാണരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ധാർമ്മികതയോടെ ജീവിക്കുവാനും ഞങ്ങളുടെ ആരാധനാ ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകളെ തിരുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.